ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് കൊറോണ. ഇതൊരു സംഭാഷണ രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മിസ്സസ് കൊറോണ: നമ്മുടെ മിഷൻ സക്സസ് ആകുന്നുണ്ട്. പക്ഷേ ഇന്ന് പ്രതീക്ഷിച്ചതുപോലെ പലയിടങ്ങളിലും ആൾക്കൂട്ടങ്ങൾ ഇല്ലായിരുന്നു. മിസ്റ്റർ കൊറോണ: എങ്ങനെ ആളുകൾ കൂടും? സർക്കാരും ആരോഗ്യ വകുപ്പും പോലീസും എല്ലാം നിയമം കർശനമാക്കിയിരിക്കുകയല്ലേ? മിസ്സസ് കൊറോണ: നമ്മുടെ വർഗത്തെ പൂർണ്ണമായും തുരത്തുവാൻ തന്നെയാണ് ഈ ആരോഗ്യ മേഖലയിലുള്ളവരുടെ പ്ലാൻ. മിസ്റ്റർ കൊറോണ: അടുത്ത 3 ആഴ്ച നമുക്ക് വളരെ സുപ്രധാനമാണ്. ആരെയും വെറുതെ വിടേണ്ട. മാസ്കും സാനിറ്റൈസറും ഇല്ലാത്ത ആരെ കണ്ടാലും ഒരു ഉമ്മ വച്ചേര്. മിസ്സസ് കൊറോണ: ഉമ്മ വയ്ക്കാൻ ചെന്നാൽ മതി. ഒരെണ്ണം പോലും മാസ്ക് താഴെ വയ്ക്കുന്നില്ല. കൈകൾ അണുവിമുക്തമാക്കുവാൻ എല്ലാ തരത്തിലുമുള്ള സാനിറ്റൈസർ അവരുടെ പക്കൽ ഉണ്ട്. മിസ്റ്റർ കൊറോണ: അത് മാത്രമല്ലെന്നേ, ഇപ്പോൾ ആളുകൾ വാക്സിനും എടുത്തു തുടങ്ങി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ കൊറോണയെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന്. മിസ്സസ് കൊറോണ: കേരളത്തിലെങ്കിലും നമ്മുടെ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കിയപ്പോഴോ ഇരട്ടശങ്കൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറയുന്നത് വാക്സിൻ സ്വീകരിക്കാൻ ആരും വിമുഖത കാണിക്കരുത് എന്ന്. അത് കേൾക്കേണ്ട താമസം കേരളത്തിലെ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, കെ ശൈലജ ടീച്ചർ. അവർ പറയുക ഈ പ്രതിസന്ധിയെയും നേരിടാൻ ഞങ്ങൾ സജ്ഞരാണെന്ന്. മിസ്റ്റർ കൊറോണ: സോ നോ രക്ഷ ഫോർ അസ്. മിസ്സസ് കൊറോണ: ഇവന്മാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ വേണ്ടി 18-നും 45 വയസ്സിനും ഇടയിൽ ഉള്ളവർക്കും വാക്സിൻ കൊടുക്കണമെന്നും പിന്നെ പോലീസ് ചേട്ടന്മാരുടെ വക രാത്രി കർഫ്യൂവും. മിസ്റ്റർ കൊറോണ: നമുക്ക് ആരാധനാലയങ്ങളിലേക്കും വിവാഹ പാർട്ടികളിലേക്കും നമ്മുടെ ആണികളെ വിട്ടാലോ? അവിടെയാകുമ്പോൾ നിയമമൊന്നും കർശനമാകില്ല. മിസ്സസ് കൊറോണ: ജീവനെ പേടിയുണ്ടെങ്കിൽ അങ്ങോട്ട് മാത്രം പോകരുത്. അവിടെ നമ്മളെ തുരത്താൻ ഉപയോഗിക്കുന്ന സോപ്പ്, കയ്യുറ, സാനിറ്റൈസർ, മാസ്ക് എന്നിവ ഉണ്ടെന്നാണ് കേട്ടത്. പിന്നെ ഇപ്പോൾ പോർട്ടലിൽ മുൻകൂർ ബുക്ക് ചെയ്തവർക്കേ പ്രവേശനമുള്ളൂ. മിസ്റ്റർ കൊറോണ: നമുക്ക് കറങ്ങി നടക്കുന്ന ഫ്രീക്കന്മാരെ ഒന്ന് ഫോക്കസ് ചെയ്താലോ? മിസ്സസ് കൊറോണ: അതൊക്കെ പണ്ടായിരുന്നു ചേട്ടാ. ഇപ്പോൾ ഇവന്മാർ പല്ല് തേച്ചില്ലെങ്കിലും മാസ്ക് വയ്ക്കുന്നുണ്ട്. ഷോ ഒന്ന് കാണണം. എന്തെല്ലാം തരത്തിലുള്ള മാസ്കുകളാണ് അവന്മാർക്കുള്ളത്. കണ്ടിട്ട് കൊതിയാകുക. മിസ്റ്റർ കൊറോണ: അപ്പോൾ നീ അവരുടെ ചങ്ക് പ്രോയായോ? മിസ്സസ് കൊറോണ: മിക്കവാറും ഞാൻ അങ്ങോട്ട് കൂറുമാറും. മിസ്റ്റർ കൊറോണ: ഓ അങ്ങനെയായോ? നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എത്ര ഇണത്തെ തകർക്കാമായിരുന്നു. മിസ്സസ് കൊറോണ: ഓ ഇപ്പം അങ്ങോട്ട് ചെല്ല് തകർക്കാൻ. നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവരല്ല ഇവരൊക്കെ. സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിയമങ്ങളൊക്കെ കർശനമായി പാലിക്കുന്നവരാണ്. മിസ്റ്റർ കൊറോണ: നീ പറഞ്ഞത് ശരിയാ. രോഗലക്ഷണമുള്ളവർ കർശനമായ റൂമിൽ തന്നെ കഴിയുന്നുണ്ട്. പിന്നെ കഴിവതും അവർ സമ്പർക്കത്തിൽ ഏർപ്പെടാറില്ല. മിസ്സസ് കൊറോണ: കോവാക്സിനും കോവിഷീൽഡുമൊക്കെ എല്ലാം വന്നതോടെ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമായി. മിസ്റ്റർ കൊറോണ: വേണമെങ്കിൽ നമുക്കും ഒരു വാക്സിൻ എടുത്തേക്കാം. അല്ലെങ്കിൽ വല്ല വൈറസും പിടിച്ചാലോ? മറക്കാതിരിക്കുക, സർക്കാരിൻ്റെ നിയമങ്ങൾ കർശനമായി പാലിക്കുക. മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുക. അനാവശ്യ സമ്പർക്കങ്ങൾ ഒഴിവാക്കുക. കാരണം ദൈവം തന്ന ജീവിതം വിലപ്പെട്ടതാണ്. അത് ജാഗ്രത ഇല്ലാതെ നഷ്ടമാക്കരുത്. ഇത് നമ്മുടെ കൊറോണ പോരാളികൾക്കായി സമർപ്പിക്കുന്നു.